നമസ്കാരം. GST ചേഞ്ചസ് വന്നു കഴിയുമ്പം പല ആൾക്കാരുടെയും സംശയം 28% ഐറ്റം 18 ആകുമോ, അല്ലെ 18% ഐറ്റം 5% ആകുമ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യണോ സ്റ്റോക്കിന്റെ മേലുള്ളത്. അതിന് സെക്ഷൻ 49 സബ്സെക്ഷൻ 2 എന്ന് പറയുന്ന CGST ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അത് ഔട്ട്പുട്ട് ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടാക്സ് റേറ്റ് സെപ്റ്റംബർ മാസം 22 വരെ 28% ആണെങ്കിൽ അത് 18 മാറുമ്പം അതും ഔട്ട്പുട്ട് ടാക്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകൾ യൂസ് ചെയ്യാം. അപ്പൊ ടാക്സ് റേറ്റ് കുറയുന്നത് കൊണ്ട് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തിരിച്ചടയ്ക്കുകയോ ഒന്നും വേണ്ട. GST നിയമം അനുസരിച്ച് അത് നമുക്ക് എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും എക്സംപ്റ്റഡ് ആയിട്ട് ആവുകയാണെങ്കിൽ സെക്ഷൻ 18 സബ്സെക്ഷൻ 4 എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഐറ്റം എക്സംപ്റ്റഡ് ആവുകയാണ്. ഫോർ എക്സാമ്പിൾ 5% ഉള്ള ഒരു ഐറ്റം നിൽ റേറ്റഡ് ആയിട്ട് മാറുവാണെങ്കിൽ അതിന്റെ മേലിൽ നമ്മൾ ക്ലെയിം ചെയ്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം, റൂൾ 44 അനുസരിച്ച്. അത് മാത്രമല്ല, നമ്മളൊരു അസറ്റ് മേടിച്ചിട്ടുണ്ട്, അതായത് ക്യാപിറ്റൽ ഗുഡ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ഗുഡ്സിന്റെ മേലിൽ ക്ലെയിം ചെയ്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും പ്രൊപ്പോർഷനേറ്റ്ലി നമ്മൾ റിവേഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ വേറെ ഒരു ഇഷ്യൂ, കോമ്പൻസേഷൻ സെസ്സുകൾ സെപ്റ്റംബർ മാസം 22 തൊട്ട് എടുത്തു കളയുവാണ്. അപ്പൊ നമ്മുടെ കോമ്പൻസേഷൻ സെസ്സുകളിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് ലാപ്സ് ആയി പോകും. കാരണം കോമ്പൻസേഷൻ സെസ് ആക്ടിലെ സെക്ഷൻ 11 സബ്സെക്ഷൻ 2 എന്താണ് പറയുന്നത്? കോമ്പൻസേഷൻ സെസ്സിന്റെ ക്രെഡിറ്റ് കോമ്പൻസേഷൻ സെസ് പേ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ.